my birthday. Please wish me. എന്തെങ്കിലും തരുമോ? എന്തെങ്കിലും മതി. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും സാധനം ഫ്രീ ആയിട്ട് തന്നെ. ഹായ്, പേരെന്താ? ഷിനാജ്. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്ന് ഏപ്രിൽ 28 എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് പനി ജസ്റ്റ് മാറിയേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് വന്നു, ഇപ്പോൾ രാമുണ്ടും പനിയാണ്. അപ്പോൾ 2 പനിക്കാരെ നോക്കി വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോള് വന്ന്, ചേച്ചി അത്യാവശ്യമായിട്ടൊന്ന് സ്റ്റുഡിയോ വരെ വരണം എന്തെങ്കിലും വേണമെങ്കിൽ റെഡി ആയിട്ട് വരെ വന്നു. ഞാൻ വെച്ചു ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും, ഒന്ന് വേഗം വന്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പേപ്പറാണ് ഇത്. അവന്മാർ തന്നതാണ്. ഹേ, your day starts now and it is going to be a normal one. Take your phone, switch on the camera and start vlogging. First step, vlogging start ചെയ്ത്, because every moment from here matters. ഇത് തേങ്ങയാണോ? Don't overthink, don't ask questions, just follow the clues. Your next step is already waiting for you at Pandal Pastry Shop opposite of More Supermarket. Go there and ask, സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ എന്ന് പോയി ചോദിക്കണമെന്ന് പന്തൽ പേസ്ട്രി ഷോപ്പിൽ. നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. പന്തല് മോറെത്തി, ഓപ്പോസിറ്റ് ടു മോർ സൂപ്പർ. ഓക്കെ അപ്പോൾ ഗൈസ് എത്തി. നമുക്കിനി നമ്മുടെ ആദ്യത്തെ ക്ലൂ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സെക്കൻഡ് ക്ലൂ എന്താണെന്ന് നോക്കാം. ഹായ്, സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളുണ്ടെന്ന് വിചാരിച്ചില്ല. നോക്കാം ഗൈസ്. കൺഗ്രാറ്റുലേഷൻസ്. In front of you have 10 envelopes with challenges. They come in 5 colors, each appearing twice and are numbered. Okay. The yellow envelope is challenge 1. Okay. Find a random person, let them pick an envelope for you, complete the challenge. After completing, repeat the process. Ask somebody to get more details. എന്നോടാ ചോദിക്കാൻ പറയുന്നത്. റാൻഡം പേഴ്സണോട് എടുക്കാൻ പറയണോ അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, താങ്ക് യു ഗൈസ്. അങ്ങനെ പന്തലിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ക്ലൂ കിട്ടിയിരിക്കുകയാണ്. ഇതിന് 2 എണ്ണത്തിന് എനിക്കൊന്ന് ചൂസ് ചെയ്ത് തരുമോ? ഓക്കെ, താങ്ക് യു. എൻ്റെ ബർത്ത്ഡേ ചലഞ്ചാണ്, അപ്പോൾ ഞാൻ അത് എൻ്റെ ഓക്കെ ആണ്. എനിക്കിതിൽ ഒരു ചലഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. സെയിം ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ചലഞ്ചിന് ഒരു ലൊക്കേഷൻ, വേറൊരു സ്ഥലത്ത് പോകണം. ഓക്കെ, ഒരു ചലഞ്ച് ഒരു സ്ഥലത്ത്. ഇപ്പൊ എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് ആ ലൊക്കേഷനിൽ പോയതിനു ശേഷം ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതെന്താന്ന് അറിഞ്ഞിട്ട് അങ്ങനെ പോകത്തില്ല. അതിപ്പോ എവിടെയാന്ന് വെച്ച് പോടാ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വാക്ക് വേ. അവിടെ കുറച്ചധികം ആൾക്കാർ ഈ ഉച്ചയ്ക്ക് ഉണ്ടാവും. ഗൈസ്, ഇവിടെ ആൾക്കാരില്ല. പനമ്പള്ളി പാർക്ക് പിടിക്കാം ഗൈസ്. എനിക്ക് ചമ്മലായിട്ട് വയ്യ. ചലഞ്ച് വായിക്കട്ടെ? എന്റെ അമ്മേ. ഫൈൻഡ് സംവൺ ഹൂസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എസ്. ഓക്കെ, ബാ. ഹായ്, പേരെന്താ? 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 ദിയ. എനിക്കൊരു ചലഞ്ച് ഉണ്ട്. എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരാളെ കണ്ടുപിടിക്കണം, അതാണ്. ഓക്കെ, താങ്ക് യു. ആരുമില്ല. ഹായ്, പേരെന്താ? ഷിനാജ്. SHINAJ. ഓക്കെ, താങ്ക് യു. ഫസ്റ്റത്തെ ആളെ കണ്ടുപിടിച്ച്. എനിക്ക് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കണം. താങ്ക് യു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചു. ആളുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്യുവേ. ഷിനാജ് എന്നാ പേര്. ഓക്കെ, അടുത്ത നീ തരുമോ? വേറെ സ്ഥലത്ത്. എന്താണത്? പാർക്കിന്റെ അകത്ത് ഇനി പറ്റില്ല അല്ലേ? അവിടെ 2 പിള്ളേരെ കണ്ടു ഗൈസ്. പിള്ളേരുടെ പറയപ്പോ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് തരാൻ ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ? ഇതിൽ ഏത് വേണം? ഇത്. ഓക്കെ, താങ്ക് യു. സോ ലെറ്റ്സ് ഗോ ടു അനദർ ലൊക്കേഷൻ അല്ലേ? ത്രില്ലായിട്ടോ, ത്രില്ലായി. ഇവിടെ കുറച്ച് പിള്ളേരെ കാണുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ someone to rate your outfit top until you to get a 9. ഓ, ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ നല്ല ഡ്രസ് ഇട്ടിട്ട് വന്നേനെ. ഹായ്, അതെ എനിക്കൊരു ബർത്ത്ഡേ ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോ ജസ്റ്റ് ഒരു സംഭവം ചോദിക്കാനാ. എന്റെ ഔട്ട്ഫിറ്റിന് 10-ന് എത്ര തരും പറഞ്ഞോ? 10-ല് 9. ആദ്യം തന്നെ കിട്ടി. മോളുടെ പേരെന്താ? നവമി. നവമി എനിക്ക് 9 തന്നു ഗൈസ്. 9 ആണെങ്കിൽ എനിക്കിവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ചോദിക്കണമായിരുന്നു. താങ്ക് യു. വൃന്ദ അർജുൻ. പിള്ളേർക്ക് എന്നെ മനസ്സിലായി, ഇനി അതുകൊണ്ടാണോ? അപ്പൊ ഗൈസ് എനിക്ക് 9 കിട്ടിയിരിക്കുകയാണ്. ഇനി 3rd ചലഞ്ച് ചെയ്യട്ടെ. സുഭാഷ് പാർക്ക്. ഓക്കെ, അങ്ങനെ 3ാമത്തെ ചലഞ്ചിനായിട്ട് ഞാൻ എന്താ ഫുൾ പവറിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ. ഒരെണ്ണം സെലക്ട് പണ്ണുക. അങ്ങനെ 3ാമത്തെ ചലഞ്ച് എന്താണെന്ന് നോക്കാം നമുക്ക്. കൺവിൻസ് someone to give you a free item. ഞാൻ ആരോട് എന്ത് തരാൻ പറയാനാ? ഈശ്വരാ, എന്റെ വല്ല ഫാൻസ് പിള്ളേരും കാണണേ, എന്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേർ ആരെങ്കിലും വരണേ, എനിക്ക് എന്തെങ്കിലും ആയിട്ട് വരണേ. എന്തെങ്കിലും തരുമോ? എന്തെങ്കിലും മതി. ആരെയും കാണുന്നില്ലടേ. എടാ എല്ലാരും അപ്പുറത്താടാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാ. ഹായ്. ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു ബർത്ത്ഡേ ക്വസ്റ്റ് ഉണ്ട്, ചലഞ്ചാണേ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും സാധനം ഫ്രീ ആയിട്ട് തന്നെ. പേനയോ ഒന്നായാലും മതി. എനിക്ക് കിട്ടും. യെസ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യുടാ, താങ്ക് യു. ഓ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇതെന്റെ 2ാമത്തെ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ബർത്ത്ഡേയുടെ. താങ്ക് യു സോ മച്ച്. പേരെന്താ? സാനിയ, അമൃത, കാർമൽ, വന്ദന. ഓ, എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടി. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ മറക്കൂല. ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു വെക്കും ഞാൻ. ബൈ. ഇത്ര ഈസി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എന്താ ചൂട്. അപ്പൊ ഗൈസ്, നമ്മളുടെ 4ാമത്തെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റർ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. കം ഓൺ ഗൈസ്. ഗൈസ്, കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോ അവിടെ 2 പിള്ളേര് ഹായ് എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പോവാം. Ask someone to buy you something to eat. കറക്റ്റ് സ്ഥലം. തിന്നാൻ മാത്രമോ? ചെറുതായിട്ട് മതി. എനിക്ക് പേടിച്ചേരാന്ന് പറഞ്ഞു. കൊറേ ഉണ്ടല്ലോ എന്നൊക്കെ. എന്റെ പരിപ്പോടേം ചായ വേണോ? ഇത്തിരി കുടിക്കുന്നേ? കുറച്ച് കുടിക്കും. അത് ചായ കുടിക്കില്ല. കുറച്ച് പരിപ്പോട, ഒരു കടി അടിക്കും, എണ്ണ. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ 4th ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുടിച്ചു കഴിയണവരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചായ കൊള്ളാം ഗൈസ്, എനിക്ക് കിട്ടി കേട്ടോ. നിങ്ങളുടെ മാസ്റ്റർ അടിപൊളി മാസ്റ്റർ. താങ്ക് യു. എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വരൂ. പരിപ്പട, ഒരു പരിപ്പട ഉള്ളൂ കേട്ടോ. അല്ല, അങ്ങനെ എല്ലാവർക്കും അത് മാറി മാറി കഴിക്കൂ. എല്ലാവരും ഡാൻസേഴ്സ് അല്ലേ? പറഞ്ഞു നിങ്ങളുടെ മാസ്റ്റർ. ഗൈസ്, എനിക്ക് കുറച്ച് ഡാൻസേഴ്സ് പിള്ളേരെ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ബൈ, താങ്ക് യു ഫോർ ദ കമ്പനി ഗൈസ്. ബൈ ബൈ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ. സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ 4th ചലഞ്ചും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പോലും വിചാരിച്ചില്ലല്ലോ ഇത്ര ഈസി ആയിട്ട് ഞാൻ ചെയ്യുക. ഇനി നമുക്ക് ഒരു ചലഞ്ചും കൂടെ ഉള്ളൂ. അത് നമ്മൾ ഫിനിഷ് ചെയ്ത് തന്നെ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ ക്വസ്റ്റ്, നമ്മുടെ ഈ ബർത്ത്ഡേ ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നെക്സ്റ്റ് പ്ലേസ്, നെക്സ്റ്റ് ചലഞ്ച്. ബ്രൈഡൽ ഷവർ ആണോ? ആരുടെയാണ്? എന്താ? Freeze for 5 minutes, don't talk, just stay completely still after reading this.
അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് പക്ഷേ ചെയ്തിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് ഉണ്ട്, അവസാനത്തെല്ലാം രണ്ടും ചെയ്യണം. അവസാനത്തെ 2 കാർഡിലുള്ള ചെയ്യണം. അതാണ്. ഓക്കെ, എനിക്കിതൊക്കെ എന്ത് ബർത്ത്ഡേ വിഷ് മിഷൻ. ടേക്ക് ദ ഹിഡൻ ബോർഡ് ഫ്രം യുവർ കാർസ് ഡിക്കി, ഹെൽപ് ടു എ പബ്ലിക് പ്ലേസ് and hold it up confidently until 10 strangers wish you a happy birthday. Chart paper. Today is my birthday. Please wish me. Oh, thank you. Thank you. രണ്ടെണ്ണം കിട്ടി. 3. Thank you. 3 പേരായി. Thank you. 4. Thank you. 5. Thank you. Thank you. Happy birthday to you. Thank you so much. 6, 7, 8. 2 പേരെ കൂടെ. Thank you. Thank you. ചോദിച്ചു മേടിക്കല്ലേ? ചോദിച്ചു മേടിച്ചില്ല, അവര് കണ്ടിട്ടല്ലേ പറഞ്ഞേ അല്ലേ? Yes guys, 10 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മേ, മനസമാധാനമായിട്ടെല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് അവരൊന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നേക്കാണ് 6:15 പനമ്പിള്ളി സ്റ്റുഡിയോയിൽ എത്തണം എന്ന്, എന്നിട്ട് കലൂർ സ്റ്റുഡിയോ പോകണം എന്ന്. 7 മണിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷെ 6:15 പനമ്പിള്ളി സ്റ്റുഡിയോയിൽ ഹാജരാവണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് എല്ലാം നോർമലായിട്ട് ചെയ്തു. അതിനുശേഷം 8:30 മണിക്കോ ഏതോ സമയത്തിന് വൈറ്റിലെ ഹബ്ബിൽ ചെല്ലണം. എന്നിട്ട് വൈറ്റിലെ ഹബ്ബിൽ എന്തിനു ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വൈറ്റിലെ ഹബ്ബിലും കൂടെ വന്നു കഴിഞ്ഞാൽ തീരൂത്ര. ഞാൻ അവിടെ വന്ന് വല്ല ചലഞ്ച് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു സ്വഭാവം മാറും. ഞാൻ ഇത്രയും നേരം ഓടി നടന്നതിനൊരു വേഗം കിട്ടിയില്ല മനുഷ്യന്. 6:15 ഇപ്പം 5:45, അരമണിക്കൂറുള്ളൂ. സോ ഗൈസ്, ലെറ്റ്സ് മൂവ്. അങ്ങനെ ഗൈസ്, നമ്മൾ പനമ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇനി ഇവിടെ എന്ത് തേങ്ങയാണോ മതിയായിടാ. പനമ്പള്ളിയിൽ തേങ്ങ, പനമ്പള്ളിയിൽ ഒന്നുമില്ല. ഇവര് ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര. ഇനി ഞാൻ എന്താ ഗൈസ്, 7 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്. കണ്ടോ, ഡിലേ ആയി പിള്ളേര്. അതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ കലൂർ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ബർത്ത്ഡേ ആയാലും നമ്മൾ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഹെഡിങ് ടു കലൂർ സ്റ്റുഡിയോ. അടിപൊളി. നിനക്ക് പനിയല്ലായിരുന്നോ? നൈസ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ അമ്മൂട്ടി. താങ്ക് യു. ക്ലാസ്സിൽ എങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇത്രയും നേരം ഞാനൊരു വലിയൊരു ചലഞ്ച് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അയ്യോ താങ്ക് യു. അയ്യോടാ, താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു. ഉണ്ടാക്കിയതാ എന്റെ ക്രിയേറ്റിവിറ്റിയാ. അടിപൊളി. വാ, ഇതൊക്കെ ചെയ്യുമല്ലേ? സൂപ്പർ. താങ്ക് യു കേട്ടോ. ഇത് കൊള്ളാലോ. താങ്ക് യുടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്. എനിക്കെന്തോ അതെനിക്കല്ലേ തരുമോ? ഹായ്, എന്താ സാധനം? Wow! Thank you da. Thank you so much. Oh, thank you. ഉണ്ടാക്കിയതാ? ഓക്കെ. എടാ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. എന്റെ കരയിക്കുന്നു. ഞാൻ ആ ചലഞ്ചൊക്കെ ചെയ്ത് സങ്കടപ്പെട്ട് വയ്യേ ക്ലാസ് എടുക്കാൻ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷം. ഈ സൈഡ് വിളിക്കുന്നത് ഞങ്ങൾ അപ്പത്തെ സൈഡ് വിളിച്ചു. അതിങ്ങനെയാണോ? നൈസ്. താങ്ക് യുടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. താങ്ക് യു.
വരൂ വരൂ എല്ലാരും എന്റെ കണ്ണാടി വെച്ചിരിക്കും. എല്ലാവരും കഴിക്കും. കഴിച്ചോ. ഹാപ്പി ബർത്ത്ഡേ എന്നോട് തന്നെ. എന്താണ് തുറന്നു നോക്കൂ. നോക്കണ്ടേ? താങ്ക് യു. നല്ല കനമുണ്ട്. എന്തോരം ഗിഫ്റ്റുകളാ ഇന്ന്. ട്രേ സെറ്റ്. എക്സൈറ്റ്മെന്റ് എനിക്ക് ടെൻഷനാവണ്, പേടിയാവണം എനിക്ക്. വാടാ മോനെ വാടാ. താങ്ക് യു രാമു. കിട്ടി. താങ്ക് യു രാമു. മുടി വെട്ടാതെ വിചാരിച്ചതായിരുന്നു, ഇനി വെട്ടത്തില്ല. ഗൈസ്, ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച സാധനം. എന്തായാലും ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓ, എനിക്ക് സമയം മര്യാദ സമയത്തിന് ക്ലാസ് എടുത്തോണം, ക്ലാസ് നിർത്തിക്കോണം. താങ്ക് യു. താങ്ക് യു ദയ. താങ്ക് യു. അവളെ ഉണ്ടാക്കിയതാ. ക്യൂട്ട്. മാലയും കമ്പലും. ആ, താങ്ക് യുടാ. കപ്പടാ കപ്പ്. യെസ്, താങ്ക് യുടാ. സെറ്റും കൊണ്ട്. താങ്ക് യു ഗൈസ്. താങ്ക് യു എല്ലാരും വന്നേന്. താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ് തന്നേന്. ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം, പിള്ളേരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അവരെല്ലാവരും വന്ന് ഗിഫ്റ്റൊക്കെ തന്ന് ഐ എം സോ ഹാപ്പി. ധന്യമായി. താങ്ക് യു. നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ? വെറുതെ അത് വേണ്ടെന്ന് വെക്കണ്ട. ഓക്കെ, ടുമോറോ ഈസ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ. ഓക്കെ, നാളെ ഡാൻസ് ഡേയും കൂടെയാണ്. സോ ഐ എം വിഷിംഗ് every dancers out here happy dance day. നാളെ എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ ദിവസവും കൂടെയാണ്. എനിക്ക് ഒരു ഗിഫ്റ്റും കൂടെ കിട്ടി. താങ്ക് യു from my ladies. Oh, you're so special. I just wanted to take a moment to let you know how truly special you are to me. Thank you for being an incredible friend and for always being there for us. Okay, thank you guys. Thank you so much. Nice. കൊള്ളാം, അടിപൊളി. അങ്ങനെ സ്റ്റുഡിയോയിലെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞപ്പോൾ ദ മെയിൻ താരങ്ങൾ എത്തിയിട്ടുണ്ട്. ജെബിയും ദേവും എല്ലാം. ആക്ച്വലി ഒരു തൃശ്ശൂർ പോയേക്കായിരുന്നു. പോയി വന്നതുകൊണ്ട് ലേറ്റ് ആയി എന്നാണ് പറയണത്. പക്ഷെ സാരമില്ല, നമ്മൾ ഇത്തവണ ഒന്ന് ക്ഷമിച്ചു വിട്ടേക്കാം അല്ലേ? കാരണം എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റ്സ് എല്ലാം കിട്ടി ബോധിച്ച് നമ്മളിതാ എല്ലാവരും കൂടെ ട്രീറ്റിന് പോവുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വെറുതെ നമ്മൾ മോഹിനിയാട്ടം സിനിമേനെ പറ്റി ഒരു ടോക്ക് വന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ എല്ലാവരുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണാമെന്ന് പറഞ്ഞ് നമ്മളിതാ നേരെ സെൻട്രൽ സ്ക്വയറിലേക്ക് കയറുകയാണ്. അങ്ങനെ ഒരു സിനിമയ്ക്കും കൂടെ കയറുന്നതോടെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഒഫീഷ്യലായിട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും ബിഗ് ഡാൻസ്. ഇനി ഒന്ന് ചെന്ന് പോയി കിടന്ന് ഉറങ്ങണം. ചലഞ്ച് ഒക്കെ ചെയ്ത് ചേച്ചി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.